ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. റിവീലിംഗ് മൈ വിന്നിംഗ് പ്രൊഡക്റ്റ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ കുറച്ച് വിന്നിംഗ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ഒരു പ്രൊഡക്റ്റ് എന്നും അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന വീഡിയോസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയുള്ള ആഡാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് കാരണമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ പേര് ചോദിച്ചു, ബ്രോ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പഴയതായിട്ടുള്ള വിന്നിംഗ് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊന്ന് പ്രൊവൈഡ് ചെയ്യുമോ, ഏതൊക്കെ പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം ബേസ് ചെയ്താണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. ആ ഒരു വെബ്സൈറ്റ് വേറെ ഒന്നുമല്ല, പിപ്പി ആഡ്സ് എന്നാണ്. ഈ ഒരു പിപ്പി ആഡ്സ് വഴി നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് വിന്നിംഗ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൂൾ തന്നെയാണ് പിപ്പി ആഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പിപ്പി ആഡ്സിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പിപ്പി ആഡ്സിൻ്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ആഡ്സ്, പ്രൊഡക്ട്സ്, അഡ്വർടൈസേഴ്സ്, ടിക്ടോക്ക് ഷോപ്പ്, ആപ്സ്, മേജിക് എ എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ ആഡ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിന്നിംഗ് ആയിട്ടുള്ള ആഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അതിലെങ്ങനെയാണ് ഈ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്ടോക്കിൻ്റെ ആവശ്യമില്ല. ഇന്ത്യൻ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് നമുക്ക് ഫേസ്ബുക്കാണ് ആവശ്യം. ടിക്ടോക്ക് ആണെങ്കിൽ ടിക്ടോക്ക് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഫേസ്ബുക്കാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കൊടുക്കുവാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ഞാൻ ഷോപ്പിഫൈ സെലക്ട് ചെയ്യണം. ഓക്കെ, ഷോപ്പിഫൈ സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രി ഓർ റീജിയനിൽ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്തതിന് ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജിൽ നമുക്ക് ലാംഗ്വേജ് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, ഹിന്ദി അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതിന് ഓഡിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ മെയിലാണോ ഫീമെയിലാണോ വേണ്ട, ഏത് ഏജിലുള്ള ആൾക്കാരാണ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലിപ്പം ഇത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ ലൈക്സ്, എത്ര ലൈക്സ് കിട്ടിയത് വേണം എന്നെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഇപ്പം ഹൈ ലൈക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ ലൈക്സ് കിട്ടിയ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. അതുപോലെ കമൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മീഡിയം കമൻറ്റ്സ്, ഹൈ കമൻറ്റ്സ്, എത്ര കമൻറ്റ് കിട്ടിയ ആഡ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് എന്താ, നമുക്ക് ആഡ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇഷ്ടം പോലെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പല പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സെല്ലിംഗ് ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അതുകൊണ്ടായിരിക്കണം ഇത്ര ലൈക്സും കമൻറ്റും ഷെയർസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. അതുപോലെ വേറൊരു പ്രൊഡക്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതെന്തോ മുഖത്തിലെ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാറ്റുന്ന അങ്ങനെ എങ്ങാണ്ടാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എന്താണെന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുപോലെ ആയുർവേദിക് മറ്റേ ആദിവാസി ഓയിൽ, ഇത് എല്ലാ ഇതിലും വിന്നിംഗ് ആയിട്ട് വരുന്ന ഒരു ആഡാണ്. കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈക്കും കമൻറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റിൽ ആഡ് പ്രൊഡക്റ്റ് ഉണ്ട്, ടോപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്, ന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ആഡ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആഡുമായിട്ട് ബേസ് ചെയ്ത് ഉള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. ടോപ്പ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് ലിസ്റ്റിൽ നിൽക്കുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളും, സെയിൽസിൽ ടോപ്പായിട്ട് ഇരിക്കുന്ന പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. പിന്നെ ന്യൂ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ പുതിയതായിട്ട് വന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അഡ്വർടൈസേഴ്സ് ആണ്. അഡ്വർടൈസേഴ്സിൽ ഏതൊക്കെ സെല്ലേഴ്സാണ് സെല് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഈ അഡ്വർടൈസേഴ്സിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ടിക്ടോക്ക് ഷോപ്പാണ്. ടിക്ടോക്ക് ഷോപ്പ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ട് വരുന്നില്ല. പക്ഷേ നമുക്ക് എന്തൊക്കെ പ്രൊഡക്റ്റും കാര്യങ്ങളും ഷോപ്പ് സ്റ്റോർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ നോക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ നോക്കിയാൽ പിന്നെ ആപ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതൊന്നും നമുക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ ആവശ്യം വരത്തില്ല. ഇത് ഏതൊക്കെ ആപ്പാണ് കൂടുതൽ റേറ്റിങ്ങിൽ നിൽക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ മേജിക് എ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ മാജിക് സെർച്ച് ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബേസുള്ള ആഡ് ക്രിയേറ്റീവ്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിൽ നമുക്ക് ആ ഒരു ഇമേജിൻ്റെ ലിങ്കും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോയെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആപ്പ് സ്ക്രോളറിന് ടൈപ്പ് ചെയ്യുകയാണ്. ആപ്പ് സ്ക്രോളറിൽ ഞാൻ ഇപ്പോൾ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ചുമ്മാ എടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഇമേജ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഇമേജ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഡ് ക്രിയേറ്റീവ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്റ്റ് നോക്കിയാൽ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ ന്യൂ ലെവലിലായിട്ടുള്ളത്, അതുപോലെ സപ്ലൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇതെല്ലാം
AED വരുന്നുണ്ട്, അറേബ്യൻ റുപ്പീസിൽ വരുന്നുണ്ട്, അറേബ്യൻ റുപ്പീസ് അല്ല അറേബ്യൻ ദറംസിൽ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ സ്റ്റോറാണ് ഇത് സെല്ല് ചെയ്യുന്നത്, ടോപ്പായിട്ട് സെല്ല് ചെയ്യുന്ന സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റാർട്ടറിന് മന്ത്ലി $77, VIP-ക്ക് $155, ആനുവലി പേ ചെയ്യുവാണെങ്കിൽ 30% ഓഫ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് 20% ഓഫ് എക്സ്ട്രാ കിട്ടണമെങ്കിൽ നിങ്ങൾ റിയാസ് എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. RIOAS ക്യാപിറ്റൽ ലെറ്ററിൽ റിയാസ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മാജിക് ബുക്കാണ്. മാജിക് ബുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വിന്നിങ് പ്രൊഡക്റ്റാണ് മാജിക് ബുക്ക് എന്ന് പറയുന്നത്. ഇതിന് മുമ്പേയും കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിലൊന്നും എന്താ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പ്രോഫിറ്റോ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, കുറേ സെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്താണ് വെറുതെ ആഡ്സിന് എമൗണ്ട് സ്പെൻഡായി പോകുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലോസ് ആയിരുന്നു കുറേ വർഷത്തോളം. എനിക്ക് തോന്നുന്നു ഏകദേശം 1 ഇയർ മൊത്തം പ്രോഫിറ്റ് ഇല്ലാതെയാണ് ഞാൻ റൺ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് മാജിക് ബുക്ക് കിട്ടിയതിന് ശേഷമാണ് ആദ്യമായിട്ട് എനിക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ മാജിക് ബുക്ക് എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്കാണെങ്കിലും മാജിക് ബുക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ സാധാ കുട്ടികൾക്ക് ഇപ്പോൾ 1, 2 അല്ലെങ്കിൽ 3, 4 വയസ്സായ കുട്ടികൾക്ക് എഴുതി പഠിക്കാനായിട്ട്, അവർക്ക് ആൽഫബറ്റും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റിയൊരു ബുക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആൾറെഡി സ്കെച്ചും കാര്യങ്ങളും ഉണ്ടാവും, ആൾറെഡി അച്ചടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്താൽ മതി, സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പിള്ളേർക്ക് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് വരച്ചാൽ മതി. ആ ഒരു രീതിയിലുള്ള ഒരു ബുക്കായിരുന്നു അത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാനിഷ് ആയിട്ട് പോകും അല്ലെങ്കിൽ ഡിസപ്പിയർ ആയിട്ട് പോകും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒന്നുകൂടെ എഴുതാനായിട്ട് പറ്റും. ഈ ഒരു മോഡലുള്ള ബുക്കായിരുന്നു ഞാൻ ആദ്യം സെലക്ട് ചെയ്തത്. ഇതിനു മുമ്പേ ഞാൻ കുറേ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ആദ്യമായിട്ട് വിന്നിംഗ് ആയിട്ട് കിട്ടിയൊരു പ്രൊഡക്റ്റ് മാജിക് ബുക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എത്ര രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്തിരുന്നത്, എത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിരുന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 140 രൂപയ്ക്ക് എങ്ങാണ്ടാണ് എനിക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. ഞാൻ സെല്ല് ചെയ്തത് $499 തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ 2 വർഷം മുമ്പുള്ള കാര്യമാണ്, എനിക്കൊട്ടും ഓർമ്മയില്ല. എനിക്കുള്ള ഓർമ്മയിൽ ഈ ഒരു എമൗണ്ട് വെച്ചതായിട്ടാണ് എനിക്ക് ഓർമ്മ. ഞാൻ സെല്ല് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ സപ്ലയർ ഡയറക്റ്റ് സപ്ലയർ ഒന്നും അല്ല, എനിക്ക് സപ്ലയർ മീഷോ ആയിരുന്നു. മീഷോയിലൊന്നും ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പോഴാണത് പ്രീപെയ്ഡ് ആക്കിയത്. അന്ന് എന്താണ് നമുക്ക് എല്ലാ ഓർഡറും ക്യാഷ് ഓൺ ഡെലിവറി അല്ലെങ്കിൽ COD ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം മീഷോ ആണ് ഞാൻ അന്നൊരു സപ്ലയർ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ഒരു മാജിക് ബുക്ക് റീസെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് ആൾറെഡി ലോസിലായി. പിന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. എനിക്ക് എങ്ങനെയാണെന്ന് കുറേ പ്രൊഡക്റ്റ് ട്രൈ ചെയ്തു. അതിൽ എനിക്ക് ലക്ക് പോലെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. അത് ട്രൈ ചെയ്തപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് സെയിൽസ് വന്നു. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റി, എനിക്ക് ലോസ് കവർ ചെയ്യാനായിട്ട് പറ്റി. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മൊത്തം ലോസും കവർ ചെയ്യാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അത്രയും ലോസ് കുറേ എൻ്റെ കയ്യിൽ നിന്ന് കുറേ എമൗണ്ട് പോയി. അപ്പം അത്രയും ലോസ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ അന്ന് ഇറക്കിയ എമൗണ്ട്, ആ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി എത്ര എമൗണ്ട് ഇറക്കിയോ അതിനേക്കാളും കുറച്ചുകൂടെ എമൗണ്ട് എനിക്ക് കിട്ടാനായിട്ട് തുടങ്ങി ഈ ഒരു മാജിക് ബുക്കിൽ. അപ്പോൾ ഈ ഒരു മാജിക് ബുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം 2023 ജൂലൈ വരെയൊക്കെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. 1 വർഷത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റി. അതിൻ്റെ എന്തോ സെയിൽസ് കുറവാണോ, എന്ത് കാരണത്തിലാണോ, അല്ലെങ്കിൽ എനിക്ക് വേറെ പ്രൊഡക്റ്റ് കിട്ടിയോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തതാണോ, അല്ലെ ലിറ്ററലി വെബ്സൈറ്റിൻ്റെ ഇത് തീർന്നിട്ട് ഞാൻ അടുത്ത പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയതാണോ എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ 3 മന്ത് കൂടുമ്പോൾ ഞാൻ വെബ്സൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് വേറൊരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ വേറൊരു കാറ്റഗറി ചൂസ് ചെയ്ത സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ആയതായിരിക്കണം. ആ ഒരു മോഡലാണ് എല്ലാ പ്രൊഡക്റ്റും സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മാജിക് ബുക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ കിട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളതിനെ ട്രൈ ചെയ്ത് നോക്കണം. സെയിൽ കിട്ടുമായിരിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾറെഡി നല്ല യൂസുള്ള ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അന്ന് ആമസോണിലൊക്കെ കുറച്ച് സെല്ലേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് ആമസോണിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എമൗണ്ടും അതുപോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. പക്ഷേ എങ്കിലും എന്താണ് ഭയങ്കരമായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയി ഇപ്പോൾ. ആമസോണിലൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. ആമസോണിൽ ഈ ഒരു പ്രൊഡക്റ്റിന് സെല്ലേഴ്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെയിൽസ് വലിയ രീതിയിൽ ഉണ്ടാവത്തില്ല, ജസ്റ്റ് കുറച്ച് സെയിൽസ് ഉണ്ടാവും. എനിക്ക് പ്രോഫിറ്റ് കവർ ചെയ്യാൻ ലോസ് കവർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു മാജിക് ബുക്കിന് ഞാൻ യൂസ് ചെയ്തിരുന്ന ആഡ് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ആഡ് വീഡിയോ എൻ്റെ കയ്യിൽ സ്റ്റോർഡ് ഒന്നും അല്ല, എൻ്റെ കയ്യിൽ പണ്ടത്തെ ലാപ്ടോപ്പിലുണ്ടായിരുന്ന സംഭവമാണ്. എനിക്കിപ്പോൾ ഇത് ചെറിയ സ്ക്രീനിലേ കാണാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ആഡ്സ് മാനേജറിൽ കൂടെയാണ് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. ആഡ്സ് മാനേജറിൽ നമ്മളെ മീഡിയ എന്നുള്ള ഓപ്ഷനിൽ കുറേ വീഡിയോസ് ആഡായി കിടക്കും. നമ്മൾ ആഡ്സ് മാനേജറിൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ വീഡിയോസ് അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആൾറെഡി 2 ആഡ്സ് മാനേജർ ഉണ്ടായിരുന്നു. ഒരെണ്ണം ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെ പാസ്വേഡ് ചെയ്യുമ്പോഴെന്ന് എനിക്ക് ഓർമ്മയില്ല. അതിൽ കുറച്ച് പ്രൊഡക്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ എനിക്ക് എന്താ പറ്റില്ല, വീഡിയോ കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എൻ്റെ ഇപ്പോൾ അതിൻ്റെ വീഡിയോ ഉണ്ട്.
അപ്പോൾ ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ആഡ്സ് മാനേജർ വഴി കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് ബുക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓഡിയോ എന്തായാലും ഇടുന്നില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആഡിൽ എന്താണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. ഒരു പ്രൊഡക്റ്റ് എങ്ങനെയാണ്, ഒരു പ്രൊഡക്റ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത്, അതിൻ്റെ ട്യൂട്ടോറിയൽ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ വീഡിയോ അല്ല, ഞാൻ ഇവിടെ നിന്ന് കോപ്പി അടിച്ചെടുത്തതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഞാൻ എൻ്റെ എൻ്റെ ഒരു ലോഗോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ കിഡ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ലോഗോ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കറക്റ്റായിട്ട് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മാജിക് ബുക്കിൻ്റെ റിസൾട്ട് കാണിച്ചു തരാനായിട്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്ന നമ്പരും എൻ്റെ കയ്യിലില്ല, കാരണം ആ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ആ നമ്പർ ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല. ആ ഒരു നമ്പർ റീചാർജൊക്കെ ചെയ്ത് ആ ഒരു നമ്പർ പോയി. ആ ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മീഷോയിൽ ഇതിൻ്റെ എത്ര ഓർഡേഴ്സ് വന്നു കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ല. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസറാണ്. ഓർഗനൈസർ എന്ന് പറയുമ്പം നമുക്ക് ഡ്രോയിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോക്സസ് എന്നുള്ള രീതിയിലൊരു ഓർഗനൈസറായിരുന്നു. അതിലെന്താണ് നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഒറ്റൊരു പാക്കിൽ തന്നെ 6 ബോക്സസ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. ജസ്റ്റ് ഒരു തുണിയിലുണ്ടാകുന്ന നൈലോൺ തുണിയിലുണ്ടാക്കിയിരിക്കുന്ന ഒരു ബോക്സാണ് അത്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ വിരിച്ച് വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് സാധനങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡ്രോയിൻ്റെ അകത്തോ ഷെൽഫിൻ്റെ അകത്തൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. വിന്നിങ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ സമയത്ത്. കാരണം ഇത് നമ്മുടെ ആമസോണിലൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് അന്ന് സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതും റേറ്റ് കൂടുതലായിരുന്നു. ഞാൻ മീഷോ ഉപയോഗിച്ച് തന്നെയാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മീഷോയിൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും കാണിച്ചു തരാനായിട്ട് പറ്റില്ല, കാരണം എൻ്റെ പഴയ നമ്പറിലായിരുന്നു ആ ഒരു ഇതല്ല. അതെൻ്റെ നമ്പരല്ല, എൻ്റെ പേരിലെടുത്ത നമ്പരല്ല, ഉമ്മാരെ പേരിലെടുത്ത നമ്പറാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലാണ് എന്ത് ചെയ്തത്, ഞാൻ ഒരു നമ്പറിലാണ് മീഷോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിൽ വന്ന ഓർഡേഴ്സ് നോക്കിയാൽ എനിക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ആ സിം ഇപ്പോൾ ആക്റ്റീവ് അല്ല, ആ സിം ഇപ്പം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ആ ഒരു മീഷോ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കത് കാണിച്ചു തരാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എന്താണ് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് അല്ല, ചെറിയൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരുന്ന വീഡിയോ എന്താണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമ്മുടെ ഓർഗനൈസറിൻ്റെ ആ ഒരു ആഡ് വീഡിയോ ഇതായിരുന്നു. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഓഡിയോ ഇടുന്നില്ല, കാരണം എനിക്ക് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ക്ലോത്തിലുണ്ടാക്കിയൊരു ബോക്സാണ് ഞാൻ സെല്ല് ചെയ്തിരുന്നത്. ഇത് ഇപ്പോൾ നിങ്ങൾ നോക്കി തന്നെ കാണാനായിട്ട് പറ്റും. അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയാനായിട്ട് പറ്റില്ല, എങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെന്താണ് ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെല്ല് ചെയ്തത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഇതിൻ്റെ റിസൾട്ടും എൻ്റെ കയ്യിലില്ല, കാരണം ഇത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റിസൾട്ടോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഇതിൻ്റെ നെയിം എന്താണെന്ന് പോലും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓർഗനൈസറാണ്, എന്തോ ഒരു ഓർഗനൈസറാണ്. അപ്പം അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. എൻ്റെ ഇത് ആഡ്സ് മാനേജറിലുള്ള ഒരു വീഡിയോസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ് ഡ്രെയിനിങ് റാക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇപ്പോൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സംഭവം. ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഈ ഒരു നെയിമാണ് ഇപ്പോൾ ഓൺലൈനിൽ ആ ഒരു പ്രൊഡക്റ്റിനുള്ളത്. ഞാൻ ഏത് നെയിമിലാണ് സെല്ല് ചെയ്തിരുന്നതെന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് വിരിച്ച് നമ്മുടെ സിങ്കിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ നമുക്ക് കഴുകാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ പിന്നീട് സെല്ല് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ്, ഈ ഒരു ഓർഗനൈസറിനെയും മാജിക് ബുക്കിനെയും ഞാൻ വേറെ ട്രൈ ചെയ്തിരുന്ന പ്രൊഡക്റ്റിനെയൊക്കെ കാലം നല്ല രീതിയിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് നല്ല രീതിയിലൊരു കിച്ചൺ റിലേറ്റഡ് പ്രൊഡക്റ്റാണ്. അന്നത്ര ഫേമസ് അല്ല, ആർക്കും ഈ ഒരു പ്രൊഡക്റ്റ് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ ഉണ്ടായിരുന്നു, എങ്കിൽ പോലും ആൾക്കാർ അത്ര ശ്രദ്ധിക്കാത്തൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. കാരണം ഇത് റേറ്റ് വളരെയധികം കുറവാണ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ എനിക്ക് കിട്ടിയിരുന്നത് എനിക്ക് ഷോപ്പ് 101 അതുപോലെ തന്നെ ഗ്ലോറോഡുമായിരുന്നു. ഷോപ്പ് 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിടാത്തവർക്കാണെങ്കിൽ റൊപ്പോസ ക്ലോട്ടിൻ്റെ പണ്ടത്തെ പേരാണ് ഷോപ്പ് 101 എന്ന് പറയുന്നത്. അത് റൊപ്പോസ ക്ലോട്ടിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ്. റൊപ്പോസ ക്ലോട്ടിൻ്റെ ഓൾഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങളിപ്പം റൊപ്പോസ ക്ലോട്ടിൻ്റെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഷോപ്പ് 101 എന്ന് പറഞ്ഞ ഒരു മൊബൈൽ ആപ്പിൽ കയറി നോക്കി കഴിഞ്ഞാൽ അതിലും ആ ഒരു സെയിം ഓർഡർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇത് പഴയ ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് നമുക്ക് അതിൽ തന്നെ എന്താണ് മീഷോ പോലെ നമുക്ക് ജസ്റ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമുക്ക് വന്ന ഓർഡർ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഷോപ്പ് 101 അതുപോലെ തന്നെ ഈ ഒരു ഗ്ലോറോഡും യൂസ് ചെയ്തിട്ടാണ് ഞാൻ സപ്ലൈ മാനേജ് ചെയ്തിരുന്നത്. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറവായിരുന്നു. പിന്നീട് എനിക്ക് അതിൻ്റെ ഡയറക്റ്റ് സപ്ലയറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് സപ്ലയർ എനിക്ക് അത്യാവശ്യം നല്ല 99 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഈ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് വെറും
299 രൂപയാണ്. എനിക്ക് കറക്റ്റായിട്ട് എമൗണ്ട് ഓർമ്മയില്ല. ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ വെച്ചിരുന്ന നെയിം പോലും എനിക്ക് ഓർമ്മയില്ല. പ്രൈസ് എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ചിലാണ് ഞാൻ സെല്ല് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആരൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് അറിയില്ല. പല സ്റ്റേറ്റിൽ നിന്ന് ഇഷ്ടംപോലെ ഓർഡേഴ്സ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയായിരുന്നു. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം റേറ്റ് കുറവാണ്. സാധാരണ ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഇത് മെഗളിൽ റബ്ബർ, ഒരു പച്ച കളറിൽ റബ്ബറും പിന്നെ അതുപോലെ തന്നെ ആ ഒരു നടുക്കുള്ള കമ്പി എന്ന് പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വലിയ ഇതിൽ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും എന്താണ് നമുക്ക് സാധാരണ യൂസിന് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വലിയ പാത്രങ്ങൾ നല്ല വെയിറ്റ് ഉള്ളതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും. പക്ഷേ കുഴപ്പമില്ല, തന്നെ അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് എന്താണ് അതിൽ റിവ്യൂസും കാര്യങ്ങളും കിട്ടി. അതുപോലെ തന്നെ നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെയിൽസ് നമുക്ക് വരാനായിട്ട് തുടങ്ങി. അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റിൽ എമൗണ്ട് ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഇതിൽ വരുന്ന പ്രോഫിറ്റ് ഒന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ എനിക്ക് വേണ്ടി കുറച്ചെന്തെങ്കിലും എടുത്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ ഒരു എമൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെ ഇങ്ങനെ എന്ത് ചെയ്യും, ആഡ് റൺ ചെയ്ത് കൂടുതൽ എമൗണ്ട് ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ കിച്ചൺ കാറ്റഗറിയിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ഇട്ടുള്ള പ്രൊഡക്റ്റാണിത്. വേറെയും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം പോകും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള വിന്നിങ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അത്യാവശ്യം എനിക്ക് സെയിലും കാര്യങ്ങളൊക്കെ കിട്ടിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ സിങ്ക് ഡ്രെയിനിങ് റാക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഇതാണ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഇതുപോലെ നമുക്ക് ഫ്രൂട്ട്സും പ്ലേറ്റും എല്ലാം കഴുകാൻ പറ്റിയ ഒരു റാക്ക് പോലത്തെ ഒരു സംഭവമാണ്. മനസ്സിലായോ? ഇതിപ്പോൾ ആക്ച്വലി ഈ ഒരു കളറിലല്ല വരുന്നത്, ഈ ഒരു പച്ച കളറിൽ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കണ്ടതുപോലെ ഈ ഒരു പച്ച കളറിൽ ഇവിടെ സ്റ്റീലായിട്ട് വരുന്നതാണ്. ഈ പച്ച കളർ റബ്ബറാണ്. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് നീളത്തിലുള്ളതുകൊണ്ട് അതുപോലെ ഈ ഒരു നീളത്തിലുള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, ഞാൻ കസ്റ്റമേഴ്സിന് 2 വെറൈറ്റിയിലും 2 വേരിയൻറ്റിലും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നീളത്തിലുള്ളവർക്ക് നീളത്തിലുള്ള എടുക്കാം, നീളം കുറഞ്ഞതാണെങ്കിൽ അങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനും എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ മെഷ് ഓർഗനൈസർ ആണ്. കാർ മെഷ് ഓർഗനൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം ബാക്കിൽ പിള്ളേരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടാതിരിക്കാനും അതുപോലെ പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലെ സീറ്റിലേക്ക് വരാതിരിക്കാൻ അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബോട്ടിൽ അതുപോലെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ സാധനങ്ങളൊക്കെ നമ്മളെ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിലാണ് എനിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ എനിക്ക് റവന്യൂ കിട്ടിയെന്ന് പറയാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് എമൗണ്ട് വന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു കാർ മെഷ് ഓർഗനൈസർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് സ്പെൻഡും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇതിൽ നിന്ന് വരുന്ന എമൗണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ആഡ് സ്പെൻഡും കാര്യങ്ങളും ചെയ്തു. അതുപോലെ എനിക്കും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന് 2-3 ഇരട്ടി പ്രൈസിലാണ് ഈ ഒരു സാധനം വിറ്റിരുന്നത്. കാരണം ഇത് ആമസോണിൽ വളരെയധികം ചുരുക്കമായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ നെയിമും ഒരു പെട്ടെന്ന് മനസ്സിൽ നിൽക്കാത്തൊരു നെയിമായിരുന്നു. നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്തതിനെ കിട്ടും. പണ്ട് അങ്ങനെ ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എന്ത് ചെയ്തു, അങ്ങനെയാണ് ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ എനിക്ക് ആദ്യം ഗ്ലോറോഡ് ആണെന്ന് തോന്നുന്നു. ഗ്ലോറോഡ് ആണോ ഷോപ്പ് ഓൺ സിറോൺ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് കാണിച്ചു തരാം. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പുതിയ നമ്പറിൽ തന്നെയാണ് അതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ കുറേ ഓർഡർ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റായിട്ട് ഒരു സപ്ലയറിനെ കണ്ടുപിടിച്ചു. അന്ന് ഡയറക്റ്റായിട്ട് സപ്ലയറിനെ കണ്ടുപിടിക്കുമ്പോൾ അന്ന് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ഉണ്ടെന്ന്. ഒന്നും ആർക്കും അത്ര ഫേമസ് അല്ല, സപ്ലയേഴ്സിനൊന്നും അറിയത്തില്ല. സപ്ലയറിൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്നൊരു ബിസിനസ് ഉണ്ട്, നിങ്ങൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഓൺലൈൻ സ്റ്റോർ വഴി സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഞാൻ അന്ന് അങ്ങോട്ട് സപ്ലയേഴ്സിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ സപ്ലയറും അതുപോലെ തന്നെ എന്താണ് എനിക്ക് നല്ല രീതിയിൽ എന്താണ് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് തന്നു. ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് 2 സപ്ലയർ ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയി കഴിഞ്ഞാൽ മറ്റേ സ്ഥലത്ത് നിന്ന് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 2 സപ്ലയർ ഉണ്ടായിരുന്നു. 2 പേർക്കും എന്താണ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 120 രൂപയ്ക്കോ 150 രൂപയ്ക്കോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. ഷിപ്പിംഗ് ചാർജ് അടക്കമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം ജസ്റ്റ് തുണിയിലും നെറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിന് വളരെയധികം റേറ്റ് കുറവായിരുന്നു, ചീപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു 80 രൂപ അടുപ്പിച്ചെങ്ങാണ്ട് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നുള്ളൂ. ഗ്ലോറോഡിലൊക്കെ 250 രൂപ ആ റേറ്റ് വരുന്നുണ്ട്. പക്ഷേ എന്താണ് നമുക്ക് ഡയറക്റ്റ് സപ്ലറിൽ നിന്ന് എടുക്കുമ്പോൾ അവർ ബൾക്കായിട്ട് ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് 20 രൂപ 30 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. അവരെനിക്ക് 80 രൂപയ്ക്ക് എങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഹാഫ് ഷിപ്പിംഗ് ചാർജ് വെച്ചിട്ടാണ്
ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹാഫ് ഷിപ്പിംഗ് ചാർജ് അവരിടും, ഹാഫ് ഷിപ്പിംഗ് ചാർജ് ഞാൻ ഇടുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 150 രൂപയ്ക്ക് താഴെ അല്ലെങ്കിൽ 150 രൂപയായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയറിനെ നിന്ന് കിട്ടുന്ന കോസ്റ്റ് എനിക്ക് 150 രൂപയായിരുന്നു. ഞാനത് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് 599 രൂപയ്ക്കായിരുന്നു. അത് പിന്നീട് ഞാൻ 699 രൂപ ആക്കിയായിരുന്നു. സെയിൽസ് കൂടിയ സമയത്ത് 699 രൂപേനെ ആക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളും വന്നും അതുപോലെ ഇഷ്ടംപോലെ റിട്ടേൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എനിക്കെന്താണ് ഡെയിലി ഒരു പ്രോഫിറ്റ് എനിക്ക് ഏൺ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു 2000 സംതിങ് ഡെയിലി അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ പോലും എനിക്ക് അത്യാവശ്യം കുറച്ച് പ്രോഫിറ്റും കാര്യങ്ങളും എനിക്ക് കിട്ടുമായിരുന്നു. അതുപോലെ എനിക്ക് പിന്നീട് ആഡ്സ് റൺ ചെയ്യാനുള്ള എമൗണ്ടും ഈ ഒരു രീതിയിൽ തന്നെ എനിക്ക് കിട്ടുമായിരുന്നു. അത്യാവശ്യം കുറേ ഓർഡേഴ്സ് വന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. എനിക്ക് ഞാൻ കുറേ മന്ത്സോളം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ കൂടെ വേറൊരു കാർ റിലേറ്റഡ് പ്രൊഡക്റ്റുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ നല്ല രീതിയിൽ സെയിൽസും അതുപോലെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്തതിനാൽ എനിക്ക് സെയിൽസ് കിട്ടും തോന്നുന്നില്ല. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ വളരെയധികം സാച്ചുറേറ്റഡ് ആണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുന്ന സമയത്ത് ആരും ഈ ഒരു പ്രൊഡക്റ്റിന് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നില്ലായിരുന്നു. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ചൈനക്കാരൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയർ ടു ബൈ ദിസ് പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നോക്കിയപ്പോൾ എൻ്റെ ഞാൻ ഒരു ഫിൽറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആമസോണിലില്ലാത്ത ഇങ്ങനെ ഒരു ഫിൽറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫിൽറ്റർ വഴി ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഒരു 5 to 6 month ഒക്കെ ആയ സമയത്ത് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് സാച്ചുറേറ്റഡ് ആവാൻ തുടങ്ങി. കാരണം എനിക്കറിയില്ല ഇനിയിപ്പം ഞാൻ ഇട്ട അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു സമയമായപ്പോഴത്തേക്കും കുറേ പേര് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്കിൽ പോലും എനിക്ക് സെയിൽസ് ഉണ്ടായിരുന്നു. കാരണം അത്യാവശ്യം കുറേ സെയിൽസ് വന്നതുകൊണ്ട് തന്നെ എൻ്റെ ഒരു വെബ്സൈറ്റ് മുകളിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരുന്നു. പിന്നീട് ഞാൻ ഈ ഒരു കാർ റിലേറ്റഡ് ഈ ഒരു സ്റ്റോപ്പായ സമയത്ത് ഞാൻ ഒരു സ്റ്റോർ മാറ്റിയിട്ട് വേറെ ഒരു കാറ്റഗറിയിലേക്ക് പോവുകയായിരുന്നു. കാരണം എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഇത്ര എമൗണ്ടിന് എനിക്ക് ആവശ്യമില്ലായിരുന്നു. എനിക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണക്കായിരുന്നു. എനിക്കിങ്ങനെ ഓൺലൈനിൽ കൂടെ സംഭവങ്ങൾ സെല്ല് ചെയ്യാനും അതിങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ എനിക്കൊരു താല്പര്യം പോലെയായിരുന്നു, എനിക്കൊരു പാഷൻ പോലെയായിരുന്നു. ഞാൻ പ്രോഫിറ്റ് എന്നുള്ള കാര്യം നോക്കിയിട്ട് പ്രോഫിറ്റ് നോക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ ഒരു ഏണിങ്സിന് പുറമെ ഈ ഒരു കാര്യം ലേൺ ചെയ്തെടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഒരു 3 മാസം ഒരു കാറ്റഗറി ട്രൈ ചെയ്യും, അതിന് അടുത്ത കാറ്റഗറിയിലേക്ക് പോകും. ഇങ്ങനെ ഓരോ കാറ്റഗറിയായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇഷ്ടംപോലെ കാറ്റഗറി. ഇപ്പോൾ ഫസ്റ്റ് നോക്കിയ പ്രൊഡക്റ്റ് മാജിക് ബുക്കായിരുന്നു, സ്റ്റുഡൻസിൻ്റെ കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ഞാൻ ആ ഒരു ഡൊമൈൻ തന്നെ കുറേ ഇതിൽ യൂസ് ചെയ്തോട്ടെ. ഞാൻ കാർ കാറ്റഗറിക്കും ആ ഒരു ഡൊമൈൻ തന്നെ സ്റ്റാർ കിഡ്സ് എന്നായിരുന്നു ആ ഡൊമൈൻ്റെ പേര്. ആ ഒരു ഡൊമൈൻ തന്നെയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. അത് തന്നെയാണ് യൂസ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ദിവസം ആ ഒരു കാർ കാറ്റഗറിക്ക് ഈ ഒരു ഡൊമൈൻ തന്നെയാണ്. ആ ഒരു ഡൊമൈനിന് ബാക്കി വാലിഡിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പുതിയ പ്രൊഡക്റ്റുകളെല്ലാം ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ചുമ്മാ ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് ഇട്ട് നോക്കും, സെയിൽസ് കിട്ടില്ലെന്ന് ചുമ്മാ ഇട്ട് നോക്കും. അപ്പോൾ അങ്ങനെ ഇട്ട് നോക്കിയൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റും. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എന്താണെന്ന് ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ കാർ മെഷ് ഓർഗനൈസറിൻ്റെ അല്ലെങ്കിൽ കാർ നെറ്റ് മെഷ് ഓർഗനൈസർ അങ്ങനെ കണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞാൻ കേൾപ്പിക്കുന്നില്ല, ഓഡിയോ വരുന്നുണ്ടോ എന്തോ എനിക്കറിയില്ല. ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്, എന്താണെന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ബാക്കിലോട്ട് സാധനങ്ങളൊന്നും പോകാതിരിക്കും. അതുപോലെ ബാക്കിൽ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിലോട്ട് ചാടാതിരിക്കാനും, അതുപോലെ ഡോഗ് എടുത്ത് ഫ്രണ്ടിലോട്ടൊക്കെ ചാടുക. അതിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റും കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അത് കാണാനായിട്ടില്ല. അതെനിക്ക് തോന്നുന്നു എൻ്റെ മറ്റേ ആഡ്സ് അക്കൗണ്ടിലായിരിക്കണം. ആ ഒരു ആഡ് അക്കൗണ്ട് ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആണ്, അതിൽ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വേറൊരു പ്രൊഡക്റ്റ് റൺ ചെയ്തിട്ട് എനിക്കത് ബാനായിരുന്നു. റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും, പക്ഷേ അതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് എൻ്റെ അതിൻ്റെ പാസ്വേഡോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഇതിൽ ഈ ഒരു നെറ്റ് വെച്ചിട്ട് അതിലിങ്ങനെ പിള്ളേർക്ക് ഫ്രണ്ടിലോട്ട് വരാൻ പറ്റാത്ത രീതി, അതുപോലെ ഡോഗും ഇപ്പോൾ ബാക്കിൽ പട്ടിയെ വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പട്ടിയെടുത്ത് ഫ്രണ്ടിലെ സീറ്റിലേക്ക് ചാടാതിരിക്കാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു ആവശ്യത്തിലാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്, ഈ ഒരു നെറ്റ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പം എൻ്റെ പണ്ടത്തെ ഒരു ക്ലോറോഡ്, ഇതെൻ്റെ പണ്ടത്തെ ഫോണാണ്, ആൻഡ്രോയിഡ് ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന റിസൾട്ടാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുറച്ച് റിസൾട്ട് ഇതിൻ്റെ അകത്ത് കാണിക്കാനായിട്ടുണ്ട്. എനിക്ക് ഡെലിവേർഡ് ആയതിൻ്റെ ആ ഒരു റിസൾട്ട് ഇവിടെ കാണിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന എമൗണ്ട് ഞാൻ കാണിച്ചുതരാം. സെല്ല് ചെയ്തുകൊണ്ടിരുന്ന 511 രൂപയാണ്. 511 എന്നാണെന്ന് എനിക്കറിയില്ല, 599 ആണോ 499 ആണോ സംതിങ് ആണ് എനിക്ക് തോന്നുന്നു. എമൗണ്ട് എന്തെങ്കിലും ഇതിൽ ഇൻക്രീസ് ആയതായിരിക്കും, എനിക്ക് എന്താണെന്ന് അറിയില്ല.
അപ്പോൾ 251 രൂപയ്ക്കാണ് എനിക്ക് എന്ത് ചെയ്തത്, എനിക്ക് ഈ ഗ്ലോറോഡിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്കതിൽ 260 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഇതിനെ പിന്നീട് ഡയറക്റ്റ് സപ്ലയറിലേക്ക് മാറിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡേഴ്സാണ്. പക്ഷേ എന്താണ്, കുറേയൊക്കെ ഡെലിവറായി, കുറേയൊക്കെ റിട്ടേൺ ആയി. അപ്പോൾ എന്താണ്, എങ്കിൽ പോലും എനിക്കിതിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ 260 രൂപ ഒറ്റൊരു പ്രൊഡക്റ്റിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഒരു 500 രൂപയ്ക്ക് ആഡ്സ് റൺ ചെയ്യുവാണെങ്കിൽ എനിക്ക് 2 പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയാൽ മതി, എനിക്ക് ആ ഒരു എമൗണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. അപ്പം ഡെയിലി എനിക്ക് തോന്നുന്നു ഡെയിലി ഒരു 5 ഓർഡർ 10 ഓർഡറൊക്കെ ഇതിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാതെ തന്നെ കുറച്ച് ഓർഡേഴ്സ് ഡെലിവർ ആവും, കുറച്ച് ഓർഡേഴ്സ് റിട്ടേൺ വരും. ആ ഒരു രീതിയിലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ ഇത് പിന്നീട് ഡയറക്റ്റ് സപ്ലയറിലേക്ക് മാറിയ സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. കാരണം സപ്ലയർ ഇതിൻ്റെ പകുതിയേക്കാളും കുറഞ്ഞ എമൗണ്ടിലാണ് എനിക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ എനിക്ക് എന്ത് ചെയ്തു, പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഡയറക്റ്റ് സപ്ലയറും ഇതും തമ്മിൽ വ്യത്യാസമായിട്ട് വരുന്നത്. ഓക്കെ, സോ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ സ്ട്രൈറ്റ്നർ ആണ്. ഹെയർ സ്ട്രൈറ്റ്നർ എന്ന് പറയുമ്പോൾ ഒരു ബ്യൂട്ടി ആൻഡ് ഫാഷൻ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നറിൻ്റെ കാറ്റഗറിയിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. അതുവരെ COD പേയ്മെൻറ്റ്സ് ആയിരുന്നു. ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു റൈസർ പേയോ എങ്ങാണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഫോൺ പേയും സെറ്റ് ചെയ്തായിരുന്നു. റൈസർ പേ മാത്രമല്ല, ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ്, ക്രെഡിറ്റ് പേ, അതുപോലെ ഇഷ്ടംപോലെ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കിട്ടി, ഏതൊക്കെ പറഞ്ഞാൽ ഞാൻ വെബ്സൈറ്റിൽ യൂസ് ചെയ്ത്. ഫോൺ പേ ഞാൻ ഷുവറായിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നു. കാരണം എനിക്ക് ഫോൺ പേയിലെ കസ്റ്റമർ സർവീസ് സപ്പോർട്ട് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ടൊരു സർവീസറിനെ അവർ തന്നായിരുന്നു. സർവീസർ മീൻസ് കസ്റ്റമർ സർവീസ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് തന്നായിരുന്നു. മലയാളിയായിട്ടുള്ള ഒരാളെ നമ്പർ എനിക്ക് തന്നായിരുന്നു. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അയാളുടെ തന്നെ ഞാൻ ചോദിക്കുമായിരുന്നു. ഫോൺ പേ ആണ് അങ്ങനെ ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഹെയർ സ്ട്രൈറ്റ്നറിലാണ് എനിക്ക് ആദ്യമായിട്ട് പ്രീപെയ്ഡ് ഓർഡർ കിട്ടുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിലെല്ലാം എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഓർഡർ ആയിരുന്നു. കാരണം വേറൊരു ഗേറ്റ് എനിക്ക് വെക്കാനുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെയാണ് അന്ന് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല, ഇങ്ങനെ പഠിപ്പിച്ചിരുന്ന വീഡിയോസോ കാര്യങ്ങളൊന്നുമില്ല. ഷോപ്പിൽ നിന്ന് സെർച്ച് ചെയ്താലും എല്ലാം ഇംഗ്ലീഷ് വീഡിയോസ് ആയിരിക്കും, മലയാളത്തിലൊന്നും വീഡിയോസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്, ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ എവിടെ നിന്നൊക്കെ അറിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെയാണ് ഈ ഫോൺ പേ പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്, റൈസർ പേ പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്, ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ് ഗേറ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏത് പേയ്മെൻറ്റ് ഗേറ്റ് ആണ് യൂസ് ചെയ്തത് എനിക്ക് ഓർമ്മയില്ല. ഫോൺ പേ ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്, റൈസർ പേ യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഫ്രീ ഏതിലോ ഒന്നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് കാറ്റഗറി ആണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നറിലാണ് എനിക്ക് ആദ്യമായിട്ട് പ്രീപെയ്ഡ് ഓർഡർ വന്നത്. അത് ബാംഗ്ലൂരിൽ നിന്നൊരു ലേഡി ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് വുമൺ കാറ്റഗറിയിൽ നമുക്ക് കൂടുതലായിട്ട് പ്രീപെയ്ഡ് ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ ഒരു വുമൺ കാറ്റഗറി ട്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വേറെ കാറ്റഗറീസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും എനിക്ക് അത്ര പ്രീപെയ്ഡ് ഓർഡേഴ്സോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു വുമൺ അല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ട് ബേസ് ചെയ്തുള്ള പ്രൊഡക്റ്റിൽ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് പ്രീപെയ്ഡ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊന്നും റെഡി ആവാതെയാണ് ഞാൻ ഹെയർ സ്ട്രൈറ്റ്നർ ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ എനിക്ക് പിന്നീട് ഗ്ലോ റോഡിലോ ഷോപ്പ് 101 റെപ്പോസോയിലോ എങ്ങോട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചത്. എൻ്റെ ആ ഒരു പ്രീപെയ്ഡ് കിട്ടിയ ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഓർഡർ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വന്ന ഓർഡർ തന്നെ പ്രീപെയ്ഡ് ഓർഡർ ആയെന്ന് തോന്നി ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നറിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് ഗ്ലോ റോഡിൽ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ഫുൾഫിൽ ചെയ്ത് കൊടുത്തു. ഈ ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു സപ്ലയറിനെ കണ്ടുപിടിച്ചു. ആ സപ്ലയറിന് എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം എന്ത് ചെയ്തു, ആ സപ്ലയർ വഴിയാണ് ചെയ്തത്. സപ്ലയർ വഴി ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഗ്ലോ റോഡിലൊക്കെ നല്ല രീതിയിലുള്ള എമൗണ്ടാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഗ്ലോ റോഡ് റിപ്പോസോളിറ്റിലൊക്കെ നല്ല രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കും. ഡയറക്റ്റ് സപ്ലയറിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ അതുപോലെ റേറ്റും കുറവായിരിക്കും. പിന്നെ ട്രസ്റ്റഡ് ആണോ ഇല്ല എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കി കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എനിക്കും കുറേ എമൗണ്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. വലിയ എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയില്ല. അപ്പം ഹെയർ സ്ട്രൈറ്റ്നറിന് എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു സപ്ലയറിൻ്റെ തന്നെയാണ് കിട്ടിയത്. അയാൾ വെച്ചിട്ട് ഞാൻ കുറേ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റിലാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞത്. ഈ ഒരു പ്രൊഡക്റ്റിൽ ഞാൻ വേറെയും കുറേ വുമൺസിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും നല്ല രീതിയിലുള്ള ഓർഡേഴ്സ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്താണ് എനിക്ക് മനസ്സിലായത് എല്ലാ കാറ്റഗറിനേക്കാളും ഒരു പ്ലസ് പോയിൻ്റ് ഈ വുമൺസിൻ്റെ കാറ്റഗറീസിനുണ്ട്. കാരണം എനിക്കറിയില്ല, അവർ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇഷ്ടംപോലെ മേടിക്കുന്നത് കൊണ്ടാവാം, ഫാഷൻ അവർ കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നതുകൊണ്ടാവാം, എനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അതിലേക്ക് എനിക്ക് കൂടുതൽ സെയിൽസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും ഞാൻ വന്നിട്ട് പറയുന്നത്, നിങ്ങൾ വുമൺസ് കാറ്റഗറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വുമൺസ് കാറ്റഗറി ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത്യാവശ്യം സെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ വുമൺസ് കാറ്റഗറി ട്രൈ ചെയ്യാനായിട്ട് എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഹെയർ സ്ട്രൈറ്റ്നറിൻ്റെ ആഡ് എന്ന് പറയുന്നത്. 2 ആഡുണ്ട്, രണ്ടും കാണിച്ചു തരാം. ഇനി രണ്ടും ഒന്നാണെന്ന് എനിക്കറിയില്ല, രണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റത്തെയാണ്.
ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ടു നോക്കുക. ഇതാണ് ആ ഒരു ഹെയർ സ്ട്രെയിറ്റ്നറിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ച് ജസ്റ്റ് റിസൾട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് വഴി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇതൊക്കെ ഏതോ യൂട്യൂബേഴ്സൊക്കെയാണ് അവരെ നിന്നൊക്കെ വീഡിയോസ് കട്ട് ചെയ്ത് എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് വേറെ യൂട്യൂബ് വീഡിയോ നിന്ന് എടുത്തിട്ടാണ്. ഇത് ഇംഗ്ലീഷുകാരെ എന്തോ യൂട്യൂബ് വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കുന്ന ഒരു ആഡ് വീഡിയോ ആണ്. അതുകൊണ്ടായിരിക്കണം എനിക്ക് അത്രയും റിസൾട്ട് എനിക്ക് കിട്ടിയത്. എനിക്ക് അത്രയും എന്താണ് ആ ഒരു ഓർഡേഴ്സ് കിട്ടിയത് അതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്താണ് നമുക്ക് റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറേ പേര് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് പ്രീപെയ്ഡ് ഓർഡർ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ ഒരു ഓർഡറിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു 2 ഓർഡർ എങ്ങാണ്ട് ഈ ഒരു ഗ്ലോറോഡോ Shop10 വഴി ഞാൻ ഫുൾഫിൽ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് സപ്ലയറിലേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രീപെയ്ഡ് ഓർഡർ എന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജല്ല ഈ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. താഴെ ഡെലിവേർഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതിൽ പേയ്മെൻറ്റ് മോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ് മോഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതായത് പ്രീപെയ്ഡ് ഓർഡറാണ്. ഇത് ഞാൻ സെല് ചെയ്തുകൊണ്ടിരുന്നത് 499 രൂപയ്ക്കാണ്. 255 ഇതിലെ പ്രോഡക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഞാൻ പിന്നീട് സപ്ലയറിലേക്ക് മാറിയ സമയത്ത് എന്താണ് ഇതിന് നല്ല എമൗണ്ട് കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലെന്താണ് കുറച്ചുകൂടെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് അത്യാവശ്യം സെല് ചെയ്ത് പോയ പ്രൊഡക്റ്റാണ്. പക്ഷേ എന്താണ് ഇതിപ്പം നിങ്ങൾക്ക് സെല് ചെയ്തതിനാൽ ഇതിലെനിക്ക് സെയിൽസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പേ സെല് ചെയ്തൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ 2 വർഷമല്ല 1.5 വർഷം മുമ്പേ സെല് ചെയ്തൊരു പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റ് നോക്കട്ടെ. ജൂൺ 27, 2023 സെല് ചെയ്ത പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്തെന്ന് പറഞ്ഞാൽ ക്യുക്ക് സ്ലിം ഷേപ്പ് വെയർ ആണ്. ഇതിൻ്റെ നെയിം ഈ ഒരു നെയിമിലാണ് ഇപ്പോൾ എനിക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഗൂഗിളിലൊക്കെ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെല് ചെയ്തിരുന്നത് ഏത് നെയിമിലാണെന്ന് എനിക്ക് ഒട്ടും ഓർമ്മയില്ല. എന്തോ ടമ്മിയാണ് അതിൻ്റെ തുടക്കമായിട്ട് വന്നത്. TUMMO എന്നാണ് അതിൻ്റെ തുടക്കമായിട്ട് വന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിമിൽ കുറച്ച് പേര് സെല് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ക്യുക്ക് സ്ലിം ഷേപ്പ് വെയർ, ഇൻ ഷേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പേര് സെല് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എങ്കിൽ പോലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അത്ര ഫേമസ് അല്ലായിരുന്നു. ജസ്റ്റ് ആൾക്കാരുടെ ഇടയിലൊക്കെ പയ്യെ പറഞ്ഞു വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ എന്ത് ചെയ്തു, വേറൊരു നെയിമിലേക്ക് ഞാൻ എൻ്റെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തു. കാരണം ഈ ഒരു സെയിം നെയിമിൽ അവർ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് കിട്ടരുത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ജസ്റ്റ് ടമ്മി എന്നായിരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് ഞാൻ നെയിം കൊടുത്തിരുന്നു, ടൈറ്റിൽ കൊടുത്തിരുന്നത് ടമ്മി ഹോൾഡർ എന്തോ ഒന്ന് കൊടുത്തിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ടമ്മി എന്നുള്ളത് മാത്രം അറിയാം. TUMMO എന്നാണ് ആ ഒരു ടൈറ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ടമ്മി എന്ന് പറഞ്ഞാൽ നമ്മളെ വയറില്ലേ, ബെല്ലിനെയാണ് ടമ്മി എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താണ് സംഭവം എന്നറിയില്ല. ഞാൻ വേറൊരു വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ടമ്മി എന്ന് വെച്ചിട്ട് ഞാൻ ഇട്ടത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്തെന്ന് പറയില്ല, ഇഷ്ടം പോലെ ഓർഡേഴ്സ്, ചറപറ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫോട്ടോയിൽ തന്നെ കാണാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ വയറൊക്കെ തള്ളിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം പിടിച്ച് വലിച്ചേറ്റി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് വയറ് ചപ്പിയിരിക്കും എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്തവർ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കൊള്ളാം, കുറച്ച് പേര് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗേൾസ് വാങ്ങിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഇപ്പം ഫാറ്റ് ആയിട്ടുള്ളവരും നല്ല വണ്ണമായിട്ടുള്ളവർക്കൊക്കെ എന്തായാലും സ്ലിമ്മായിട്ടിരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഇതുപോലുള്ള പ്രൊഡക്റ്റ് മേടിച്ചിട്ടിട്ട് എന്ത് ചെയ്യും, വയറിനെയൊക്കെ ഇറക്കിയിട്ട് അങ്ങനെ നടക്കുന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരെന്ത് ചെയ്തു, ഇഷ്ടംപോലെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. പ്രൊഡക്റ്റ് മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെയുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് തന്നെയായിരുന്നു. ഞാൻ റിസൾട്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടി, നല്ല രീതിയിൽ ലിങ്ക് ക്ലിക്സും കാര്യങ്ങളൊക്കെ കയറി, അത്യാവശ്യം നല്ല രീതിയിൽ വെബ്സൈറ്റിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് എനിക്ക് ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ പ്രശ്നം വന്നത്, ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിലൂടെ പ്രശ്നം വന്നത് ഈ ഒരു പ്രൊഡക്റ്റിലായിരുന്നു. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നോൺ റിട്ടേണബിൾ ആണ്. എൻ്റെ സപ്ലയർ അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാൻ ആദ്യം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഗ്ലോറോഡോ Shop10 അങ്ങാണ്ടായിരുന്നു. പിന്നീട് ഞാൻ അത് കൂടുതൽ സെയിൽസ് കിട്ടിയ സമയത്ത് ഞാൻ ഡയറക്റ്റ് സപ്ലയറിലേക്ക് മാറി. അപ്പോൾ ഡയറക്റ്റ് സപ്ലയർ പറഞ്ഞത് ഇത് റിട്ടേൺ ഇല്ല, ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് എനിക്കൊരു പ്രശ്നം വന്നത്. ഒരാൾ എടുത്തപ്പോൾ സൈസ് മാറിപ്പോയതാണോ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞു. വാട്സപ്പിൻ്റെ കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പോലീസിൽ കേസ് കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ എങ്കിൽ പോലും
എന്താണ് അത്ര എനിക്ക് പേടിയായിട്ടൊന്നും വന്നില്ല. കാരണം എൻ്റെ റിട്ടേൺ പോളിസിയിൽ ഞാൻ ആൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡാമേജ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ എന്ന് പറഞ്ഞ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ സൈസ് മാറിപ്പോയി, മര്യാദയ്ക്ക് റിട്ടേൺ ചെയ്ത് തരണമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഞാൻ ആൾറെഡി സൈസ് ചാർട്ട് ആ ഒരു ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അവർ കുറേ പറഞ്ഞ് ഞാൻ പിന്നെ ആ ഒരു മെസ്സേജ് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ അവരങ്ങ് പോയി, വേറെ പ്രോബ്ലവും കാര്യങ്ങളൊന്നും വന്നില്ല. ആ ഒരു മെസ്സേജ് പിന്നീട് തന്നെ ഡിലീറ്റ് ആയിപ്പോയി, എനിക്കറിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായത് നമ്മൾ പോളിസീസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതിനുശേഷം ഞാൻ ചെയ്തു തുടങ്ങിയെന്ന് പറഞ്ഞാൽ റിട്ടേൺ പോളിസിയിൽ ഞാൻ കറക്റ്റായിട്ട് വെക്കും. ഫോർ ദിസ് സ്പെസിഫിക് പ്രൊഡക്റ്റ് ദർ ഈസ് നോ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ പോളിസിയിൽ വെക്കും. പ്രൊഡക്റ്റ് പേജിൽ ആഡ് ചെയ്യത്തില്ല, റിട്ടേൺ പോളിസിയിൽ വെക്കും. കാരണം ഈ പ്രൊഡക്റ്റ് പേജിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ റിട്ടേൺ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ മേടിക്കത്തില്ല. പക്ഷേ റിട്ടേൺ പോളിസി ആരും പോയി തുറന്നു നോക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ റിട്ടേൺ പോളിസി ഏതിനാണ് വയ്ക്കും, ഏതൊക്കെ പ്രൊഡക്റ്റാണ് റിട്ടേൺ അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ പ്രൊഡക്റ്റിനാണ് റിട്ടേൺ അവൈലബിൾ അല്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഒരു റിട്ടേൺ പോളിസിയിൽ വെക്കുമായിരുന്നു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ റിട്ടേൺ പോളിസി കാണിച്ചു കൊടുക്കും. റിട്ടേൺ പോളിസിയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എനിക്ക് ബാധകമായ ഒരു കാര്യമല്ല, അത് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ പ്രശ്നവും കാര്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. ഒറ്റൊരാളാണ് പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷെ അതത്ര ഇതൊന്നും ആയില്ല. ഞാൻ മെസ്സേജ് അയക്കായിരുന്നപ്പോൾ ആൾറെഡി അതങ്ങ് പോയി. ഈ ഒരു പ്രൊഡക്റ്റിന് സപ്ലൈ എനിക്ക് തോന്നുന്നു ഗ്ലോ റോഡിലാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. അതിലെനിക്ക് 250 റുപ്പീസ് അങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പ്രോഫിറ്റ് ആഡ് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നു 499 599 ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ആ ഒരു ഓർഡേഴ്സ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഓർഡേഴ്സ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ ഇട്ടിരുന്ന ആഡ് വീഡിയോ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ സോ ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോനെ ഇപ്പോൾ കാണിച്ചു തരാം. ക്യൂക്ക് സ്ലിം ഷേപ്പ് വെയർ ആണ്. ഇതിൻ്റെ നെയിം എന്താണ് ഇട്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് നോക്കി നോക്ക്. അപ്പോൾ ഇതിൽ ഞാൻ എന്താണ് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ടും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇതിങ്ങനെ ആവോ ഇല്ലെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇത് എന്താണ് കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. എന്താണ് നമ്മുടെ ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് നല്ല രീതിയിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ആക്കാൻ പറ്റുന്നതല്ല, മറ്റുള്ളവരും കാണിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ലേഡീസ് ഇഷ്ടം പോലെ ഒരു മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്ര ഓർഡേഴ്സ് കിട്ടുന്നത് എനിക്ക് തന്നെ കറക്റ്റായിട്ട് എന്താണ് എനിക്കറിയില്ല, അനലിറ്റിക്സ് എനിക്കറിയില്ല. അപ്പം എന്താണ് ഇതുപോലെയുള്ള റിസൾട്ട് കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോസാണ് ഞാൻ മെയിൻലി ഇട്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, ആഡ് വീഡിയോ ആയിട്ട് കണ്ടോ. അപ്പോൾ ഇതുപോലുള്ള അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ ഒരു വീഡിയോസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പല വീഡിയോസിൽ നിന്നും കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലിപ്പം എന്താണ് ഞാൻ 265 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റ് പ്രൈസ് നമുക്ക് ഷോപ്പ് 101 എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മാർജിനായിട്ട് 3334 ആണ്, 334 രൂപയാണ്. ടോട്ടൽ 599 രൂപയായിരുന്നു എൻ്റെ പ്രൈസായിട്ട് ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. ഇതിപ്പം ആ ഒരു ഷേപ്പ് വെയർ ആണ്. ഇത് ഞാൻ 24 hours ചാലഞ്ച് എങ്ങാണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഡെലിവർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് പറ്റും. ഞാൻ ആൾറെഡി ഒരു ഓർഡർ കാണിച്ചു, ഇപ്പം അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ഓർഡേഴ്സ് വന്നിട്ടുള്ളതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇത് മറ്റേ പ്രൊഡക്റ്റാണ്, നമ്മുടെ മറ്റേ റാക്ക് പ്രൊഡക്റ്റായിരുന്നു. അപ്പം ഇനി താഴോട്ട് ഓർഡേഴ്സ് ഉണ്ടാവും. ഈ ഒരു ഓർഡേഴ്സ് എനിക്ക് കുറേ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡയറക്റ്റ് സപ്ലയറിനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഞാൻ അവരുമായിട്ട് സെല്ല് ചെയ്തു. ഞാൻ ആദ്യം സെല്ല് ചെയ്തുകൊണ്ടിരുന്ന 499 റുപ്പീസിനാണെന്നാണ് തോന്നുന്നത്. കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല എങ്ങനെയാണെന്ന്. 599 തന്നെയാണ്. ഓക്കെ, 599 തന്നെയാണ്. പിന്നീട് ഞാൻ 100 രൂപ കൂട്ടി, അത് 499 നിന്ന് 599 ആക്കിയതാണോ അല്ലെങ്കിൽ 599 നിന്ന് 699 ആക്കിയതാണോ എന്ന് എനിക്കൊരു ഓർമ്മയില്ല. അപ്പോൾ ഇതുപോലെ ലേഡീസ് പ്രൊഡക്റ്റിന് ഇത് മാത്രമല്ല, ഇഷ്ടംപോലെ ലേഡീസ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത് എന്തായാലും യൂസ്ഫുൾ ആണ്, അട്രാക്റ്റീവ് ആണ്. കുറേ പേർക്ക് അവരുടെ ബോഡി ഷേപ്പ് നല്ലതുപോലെ മറ്റുള്ളവരിലേക്ക് കാണിക്കാൻ അവർക്ക് ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട്. ഗേൾസിന് അത് വളരെയധികം താല്പര്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇതുപോലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും എനിക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വന്നത്. അന്ന് ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ കുറച്ച് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, എങ്കിൽ പോലും അത്ര ഇതല്ലായിരുന്നു. എനിക്കങ്ങനെ ഓർഡേഴ്സ് കുറേ കിട്ടി. അത് അഡ്വർടൈസ്മെൻറ്റ് കാരണമാണെന്ന് തോന്നുന്നു. അഡ്വർടൈസ്മെൻറ്റിൽ എല്ലാ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അത് കണ്ടിട്ടായിരിക്കണം എൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ വെബ്സൈറ്റും പക്ക വെബ്സൈറ്റ് ആയിരുന്നു, നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള വെബ്സൈറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കണം വെബ്സൈറ്റിൽ നിന്ന് ഒന്ന് മേടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഹെയർ റിമൂവർ ആണ്. ഇതെന്ന് പറയുമ്പം നമ്മുടെ ഇപ്പോൾ സ്കിന്നിലായ പോലും ജസ്റ്റ് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുടിയും കാര്യങ്ങളെല്ലാം അത് ഹെയർ റിമൂവ് ആകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, വീഡിയോസിലും അത്യാവശ്യം നല്ല രീതിയിൽ റിവ്യൂസൊക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം 200 എത്ര രൂപയ്ക്കാണ് ഗ്ലോ റോഡിലോ നമ്മുടെ ഷോപ്പ് ഓൺ സീറോഡിലോ ഏതിലോ ഒന്നിൽ കിട്ടിയിരുന്നു. 250 സംതിങ് റുപ്പീസ് ആയിരുന്നു. പിന്നീട് ഞാൻ ഡയറക്റ്റ് സപ്ലയറിലേക്ക് മാറി. ഡയറക്റ്റ് സപ്ലയറിനെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 120 രൂപയ്ക്കായിരുന്നു. എനിക്ക് ഓർമ്മ ഉണ്ട്, 120 രൂപയ്ക്കായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു. ഷിപ്പിംഗ് ചാർജ് അത്രയ്ക്കൊന്നും അടയ്ക്കേണ്ടായിരുന്നു, 50 രൂപയ്ക്ക് അന്ന് അടയ്ക്കാൻ ഉള്ളായിരുന്നു. കാരണം പകുതി അവർ തന്നെ ഇട്ടോളമായിരുന്നു. ആ ഒരു രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഡീലും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 120 രൂപയായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, 120 റുപ്പീസ്. അപ്പോൾ ഞാൻ ഇത് സെല്ല് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ 599 റുപ്പീസിനോ 499 റുപ്പീസിനോ അങ്ങോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് നല്ല രീതിയിൽ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് അന്ന് റയറസ്റ്റ് പ്രൊഡക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റിലാണ് ആദ്യമായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നത്. കാരണം ഇത് ബ്രാൻഡഡ് ആയിട്ട് സെല്ല് ചെയ്യുന്ന വേറൊരു കമ്പനി ഉണ്ടായിരുന്നു. അവരതേ കാര്യങ്ങൾ സെയിം കോപ്പി ചെയ്തിട്ട് എൻ്റെ വെബ്സൈറ്റിൽ ഇട്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അവരെന്ത് ചെയ്തു, റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വാണിംഗ് വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ നോർമലായിട്ട് ആ ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങനത്തെ സ്വന്തമായിട്ട് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് റെഡിയാക്കി എടുത്തായിരുന്നു. അപ്പോൾ പ്രോബ്ലം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. കാരണം ഇരട്ടി പ്രൈസാണ് ഞാൻ ഒരു പ്രൊഡക്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം 120 രൂപയ്ക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് 599 രൂപയ്ക്ക് സെല്ല് ചെയ്യണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ 3 ഇരട്ടി എങ്ങാണ്ട് ഞാൻ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് ഞാൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു 4 ഹവേഴ്സിൻ്റെ വീഡിയോയിൽ പ്രൊഡക്റ്റ് റിസർച്ചിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഫിൽറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് 2 ഇരട്ടി വിലക്കെങ്കിലും നമുക്ക് വിൽക്കാനായിട്ട് പറ്റണം എന്നും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിം റേറ്റ് ഒന്നുകൂടെ കൂട്ടിയിട്ട് നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു രീതിയിലെങ്കിലും സെല്ല് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ 1 അല്ല 2 അല്ല 3 ഇരട്ടിയിലൊക്കെ സെയിൽ ചെയ്യാനുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു, അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. ഗേൾസ് റേറ്റഡ് ആയിരുന്നു കൂടുതലായിട്ട് മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം അവരാണ് ഈ കയ്യിലും കാലിലൊക്കെ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇഷ്ടംപോലെ ഇത് ഓർഡർ ചെയ്തായിരുന്നു. എനിക്ക് ഡയറക്റ്റ് ഒരു സപ്ലയർ ഉണ്ടായിരുന്നു. ഡയറക്റ്റ് സപ്ലയറിനെ എന്ത് ചെയ്ത് ഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് വീഡിയോ എന്താണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരുന്നു, ക്രിസ്റ്റൽ ഹെയർ എറൈസർ ആയിരുന്നു. അപ്പോൾ ക്രിസ്റ്റൽ ഹെയർ എറൈസറിൻ്റെ ആ ഒരു ആഡ് വീഡിയോ എന്താണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മുടെ സ്കിന്നിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പോകുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് മാത്രമല്ല, ഞാൻ വേറൊരു ആഡ് വീഡിയോ കൂടി ഇട്ടിരുന്നു, അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ചായി. എനിക്ക് എന്തെന്ന് അറിയില്ല, തംബ്നെയിൽ കണ്ടിട്ടാണ് എന്താണെന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ ഈ ഒരു വീഡിയോ റീച്ചായിരുന്നു. ഇതിലും റിസൾട്ട് തന്നെയാണ് കാണിക്കുന്നത്. ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ഹെയർ അത്രയും പോകുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു പ്രോബ്ലം എന്താണ്, റൈസറൊക്കെ വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുറിയും. അപ്പോൾ ഈ ഒരു സംഭവമാണെങ്കിൽ ജസ്റ്റ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോകും എന്നുള്ള രീതിയിലായിരുന്നു എന്ത് ചെയ്തത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ സപ്ലയറിൽ നിന്നാണ് ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് സപ്ലയറിന് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് തോന്നുന്നു സപ്ലയറിന് എനിക്ക് 120 രൂപയോ 100 രൂപയ്ക്ക് എങ്ങനെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ ഒരു പ്രാവശ്യം എന്താണ് നമ്മുടെ സപ്ലയറിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ ഷോപ്പ് 101 വഴി സെല്ല് ചെയ്തതല്ല റീസെല്ല് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മാർജിൻ ഏതാണ്ട് 307 എന്ന് കാണിക്കുന്നുണ്ട്. 307 അല്ല, 307 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോപ്പ് 101 ഒരു പ്രോഫിറ്റാണ്. ഡയറക്റ്റ് സപ്ലയറിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് എമൗണ്ട് കുറവായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൊഡക്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 242 രൂപയാണ്. വെറും 242 രൂപയായിരുന്നു ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഇരട്ടി വില കുറവായിരിക്കും എന്താണ് നമ്മൾ ഡയറക്റ്റ് സപ്ലയറിൻ്റെ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നോക്കിയാൽ എൻ്റെ മാർജിൻ 307 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഫൈനൽ കസ്റ്റമർ എമൗണ്ട് 549 രൂപ കണ്ടോ. അപ്പോൾ ഈ ഒരു റേറ്റിലാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഓർമ്മയില്ല ഇതിന് കൂട്ടിയിട്ടുണ്ടോ കുറച്ചിട്ടുണ്ടോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു മോഡലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഈ ഒരു ഒറ്റ ഓർഡറേ ഉള്ളൂ. ഞാൻ ആ സ്റ്റോക്ക് ഔട്ടായ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്കും ഇതുപോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഇത് ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്, പെട്ടെന്ന് ട്രെൻഡിങ് ആയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഞാൻ ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തപ്പോൾ തന്നെ കുറേ
ആൾക്കാർ ഇത് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം നല്ല രീതിയിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾക്കിപ്പോൾ ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല, 2023 1.5 വർഷം മുമ്പേ ഉള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ ആ ഒരു പ്രൊഡക്റ്റിന് വേറൊരു വീഡിയോയും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനായിരുന്നു എനിക്ക് ആദ്യമായിട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത്. ഓക്കെ, ആഡ്സ് മാനേജറിലല്ല, വെബ്സൈറ്റിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു. ഡയറക്റ്റ് ആ ഒരു വെബ്സൈറ്റിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ആഡ് വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേബി സേഫ്റ്റി ഹെൽമെറ്റ് ആണ്. ഇതൊരു ബേബി കാറ്റഗറിയിൽ വരുന്ന ഒരു ബേബി റിലേറ്റഡ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ബേബി സേഫ്റ്റി ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 വയസ്സായിട്ട് അല്ലെങ്കിൽ ഒരു വയസ്സോ 2 വയസ്സായിട്ട് പിള്ളേരൊക്കെ എന്ത് ചെയ്യും, നടക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവർ താഴെ വീഴുന്ന സമയത്ത് തല ഇടിക്കുമ്പം വേദനിക്കാതിരിക്കുക, അല്ലെങ്കിൽ തല ഇടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പറ്റാതിരിക്കുക, അല്ലെങ്കിൽ എന്താണ് അടി പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വെക്കുന്നൊരു പ്രൊഡക്റ്റാണ് ഈ ബേബി സേഫ്റ്റി ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണ്, നമ്മൾ കുട്ടികൾ പോയി താഴെ വീണ് കഴിഞ്ഞാൽ ഈ ഒരു സ്പോഞ്ച് ഉണ്ടാവും, തലയിൽ ഒരു സ്പോഞ്ച് ഉണ്ടാവും. അപ്പോൾ അത് പോയി ഇടിക്കത്തുള്ളൂ, നമ്മുടെ തല പോയി ഇടിക്കത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. ഈ ഒരു പ്രൊഡക്റ്റ് ആമസോണിലൊക്കെ അന്ന് കുറവായിരുന്നു, അതുപോലെ ഫ്ലിപ്കാർട്ടിലായാലും ഈ ഒരു പ്രൊഡക്റ്റ് വളരെയധികം കുറവായിരുന്നു. അപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി, ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തു. കാരണം അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, ടൈം സേവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുപോലെ വളരെയധികം നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇതും എനിക്ക് 2-3 ഇരട്ടി റേറ്റിൽ എനിക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. എത്രയാണ് കറക്റ്റ് റേറ്റ് എന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് വുമൺ കാറ്റഗറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വുമൺ കാറ്റഗറിയുടെ കൂടെ തന്നെ പിടിച്ചിരിക്കുന്ന വേറൊരു കാറ്റഗറിയാണ് ഈ ഒരു ബേബി കാറ്റഗറി എന്ന് പറയുന്നത്. കാരണം ഇത് രണ്ടും നല്ല രീതിയിൽ നമുക്കെന്താണ് അവരുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈലിൽ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ബേബിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് എന്തായാലും ഒരു പേരൻസ് മടിക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ അവരെ ഫാഷനിലെ കാര്യത്തിലും ഒരു കുറവും വരുത്തത്തില്ല. അപ്പോൾ ഈ 2 കാറ്റഗറീസിലും നല്ല രീതിയിൽ നമുക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ 2 കാറ്റഗറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. വേറെ കാറ്റഗറീസ് തന്നിട്ടില്ല എന്നല്ല, ഇതേ രീതിയിൽ വേറെയും നമുക്ക് സെയിൽസ് തരുന്ന കാറ്റഗറീസ് ഉണ്ട്. എങ്കിൽ പോലും സാധാരണ ഒരു ബിഗിനറിന് ചൂസ് ചെയ്യാൻ പറ്റിയ 2 കാറ്റഗറിയാണ് വുമൺ കാറ്റഗറിയും അതുപോലെ ബേബി കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബേബി സേഫ്റ്റി ഹെൽമെറ്റിൻ്റെ ആഡ് വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബേബി സേഫ്റ്റി ഹെൽമെറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കൂ. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, നമ്മുടെ പിള്ളേരെ തലയിൽ ഇട്ട് കൊടുത്തതിനാൽ അവർ വീഴുന്ന സമയത്ത് എന്താണ്, അവർക്ക് തലയിടിക്കത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പ്രോബ്ലം എന്താണെന്നും ആ പ്രൊഡക്റ്റ് എന്താണെന്നും റിസൾട്ട് എന്താണെന്നും ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇതെല്ലാം ഒരു വീഡിയോ അല്ല, കുറേ വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഈ ഒരു 40% ഓഫും COD ക്യാഷ് ഓൺ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഞാൻ വെച്ച സംഭവങ്ങളാണ്. ഓക്കെ, അപ്പം ഇത് വേറൊരു വീഡിയോ ആണ്, എല്ലാ വീഡിയോയും ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസാണ്. ഓക്കെ, അതുപോലെ എൻ്റെ ലോഗോ ഞാൻ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. എന്താണ്, ഞാൻ മീഷോയിലാണ് ചെയ്തിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. കാരണം ഗ്ലോ റോഡിലും മറ്റേതിലൊക്കെ നല്ല രീതിയിൽ എമൗണ്ട് കൂടുതലായിരുന്നു. സ്റ്റോക്ക് ഔട്ട് ആയ സമയത്ത് ഞാൻ ഗ്ലോ റോഡിൽ നിന്ന് ഒരു ഓർഡർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു റിസൾട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതിലിപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മാർജിൻ 178 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് സെല്ല് ചെയ്യാത്തത്. ഈ ഗ്ലോ റോഡ് ഒരു സെല്ല് ചെയ്യാത്തതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. എന്താണ്, പ്രോഫിറ്റ് കുറവാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. 311 രൂപയാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസായിട്ട് വരുന്നത്. ഇത്രയും റേറ്റ് ഒന്നും ഈ ഒരു സാധാ പ്രൊഡക്റ്റിന് ഇല്ല. മീഷോയിൽ നല്ല രീതിയിൽ റേറ്റ് കുറവായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് റീസെല് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഡയറക്റ്റ് സപ്ലയർ അല്ലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റിന്. ഈ ഒരു ഓർഡർ മാത്രമേ ഇതിൻ്റെ കാണുന്നുള്ളൂ. പിന്നീട് ഞാൻ ഇതിൽ നിന്ന് ഓർഡർ ചെയ്തോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇനി വേറെ ഷോപ്പ് ഓൺ സീറോണിൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പഴയ നമ്പറിൽ ചെയ്തിട്ടുണ്ടോ ഒന്നിൻ്റെ റിസൾട്ട് എൻ്റെ ഇല്ല. ഈ ഒരു ഒറ്റ ഓർഡറിൻ്റെ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം ഇതിൽ പ്രോഫിറ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഷോയിൽ നല്ല റേറ്റ് കുറവായിരുന്നു. 150 രൂപ എങ്ങാണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന് റേറ്റ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലിപ്പോൾ എന്താണ് 311 രൂപ ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്ന് ജസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയപ്പോഴോ എന്തോ പെട്ടെന്നുള്ള പ്രോബ്ലത്തിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഒരു ഇത് യൂസ് ചെയ്തതാണ്. സോ ഗൈസ്, നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബേബി നെയിൽ ട്രിമ്മർ ആണ്. ബേബി നെയിൽ ട്രിമ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോ കാണാനായിട്ട് പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിങ്ങനെ മോട്ടർ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ നെയിൽ കട്ടർ എടുത്തിട്ടൊന്നും ബേബിയുടെ നെയിലും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യേണ്ടി വരത്തില്ല. ഇതെടുത്ത് ജസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തരിയായിട്ട് നമ്മുടെ ബേബിയുടെ നെയിൽ കട്ടായി പോകുമായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ പേരൻസിന് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം എന്ന് പറയുമ്പോൾ നമ്മളെ പിള്ളേരുടെ
കയ്യിൽ നഖമെട്ടിയൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ നല്ല രീതിയിൽ പാടായിരിക്കും. അവർ കൈയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ ഇട്ട് അനക്കും. അതുപോലെ ചെറിയ നഖമായതുകൊണ്ട് തന്നെ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വളരെ രീതിയിൽ ടൈം സേവിങ് ആണ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പം എന്തായാലും വളരെ രീതിയിലുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആഡ് വീഡിയോ എന്താണ് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, സോ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് ആഡ് ബേബി നെയിൽ ട്രിമ്മറിൻ്റെ ആണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു നെയിൽ പോയിക്കോളും. നെയിലിങ്ങനെ പൊടിയായിട്ട് അങ്ങ് പോയിക്കോളും. ഈ ഒരു വീഡിയോ റീച്ച് ആവാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാനൊരു കിടിലം ഓഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഒരു നല്ലൊരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പഴയ ഒരു ഹിന്ദി സോങ് ആയിരുന്നു. അപ്പം അതും കണ്ട് ആ ഒരു പാട്ട് കേൾക്കാനായിട്ടെങ്കിലും എന്ത് ചെയ്യും, ആൾക്കാർ ഇത് കാണും. അതുപോലെ തന്നെ ടാർഗറ്റിങ്ങിൽ നല്ല രീതിയിൽ ടാർഗറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേബി, അതുപോലെ ന്യൂ ബേബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടാർഗറ്റ്, ടോഡ്ലേഴ്സ് 1 to 3 years അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടാർഗറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇതിന് അത്യാവശ്യം ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയത്. കാരണം ഇതെന്തായാലും നമുക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. നമുക്ക് പിള്ളേരെ നഖം വെട്ടുമ്പോൾ ഉള്ള എന്താണ് ആ ഒരു എത്ര പാടാണെന്നുള്ളത് അമ്മമാർക്ക് അറിയാനായിട്ട് പറ്റും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. കൈയൊന്നും മുറിയത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു നഖം മാത്രമേ മുറിഞ്ഞ് പോകത്തുള്ളൂ. മുറിയല്ല, പൊടിയായിട്ട് പോകത്തുള്ളൂ. സോ ഗൈസ് അതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ടാണെങ്കിൽ എൻ്റെ അതിൻ്റെ റിസൾട്ട് ഇല്ല. എന്താണ് ഞാൻ മീഷോ യൂസ് ചെയ്തിട്ട് സെല് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ പഴയ നമ്പറിലെ റൊപ്പോസലോട്ടിലോ ഗ്ലോറോഡിന്നോ സെല് ചെയ്തായിരിക്കണം. പിന്നെ ഡയറക്റ്റ് സപ്ലൈയിങ് ഞാൻ കുറേ ഓർഡർ കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഡയറക്റ്റ് സപ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ക്ലിക്ക് ആവുമോ ഇല്ലയോ, പിന്നീട് സ്റ്റോപ്പായി പോകുന്ന എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് ഞാൻ ഇത് കുറേ ഓർഡേഴ്സ് വന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഡയറക്റ്റ് സപ്ലയറിലേക്ക് മാറിയായിരുന്നു. ഡയറക്റ്റ് സപ്ലയർ എനിക്ക് ഇന്ത്യൻ മാർട്ടിൽ നിന്നല്ല, ഞാൻ ഗൂഗിളിൽ നിന്ന് എങ്ങാണ്ട് സെർച്ച് ചെയ്തൊക്കെ എനിക്ക് കിട്ടിയതാണ്. അവരുടെ നമ്പരൊക്കെ കണ്ടുപിടിച്ചൊക്കെ വിളിച്ചിട്ട് സെറ്റാക്കി കൊടുത്തതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ മറ്റേ മാജിക് ബുക്കിൻ്റെ റിസൾട്ട് ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയത്. അത് വേണമെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിപ്പം അതാ ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും മാജിക് ബുക്കിൻ്റെ ആ ഒരു റിസൾട്ട് ഇവിടെ കിടപ്പുണ്ട്. ഇതിൽ മാത്രം വന്നിട്ടുള്ളതാണ്. ഞാൻ മീഷോയിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആൾട്ടർനേറ്റീവ് യൂസിന് വേണ്ടിയിട്ട് ഇതിൽ ചെയ്തതായിരിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ അതൊരു 3-4 ഓർഡർ വന്ന് കിടപ്പല്ല, ഞാൻ ഫുൾഫിൽ ചെയ്തതുണ്ട്. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ 289 രൂപ പെർ ബുക്കിൽ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഇതിപ്പം നമുക്ക് മീഷോയിൽ നല്ല രീതിയിൽ റേറ്റ് കുറവായിരിക്കും. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൽ വരുന്ന റേറ്റ് 222 രൂപയാണ്. 289 രൂപ പ്രോഫിറ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. മീഷോയിൽ ഇതിനേക്കാളും ബുക്കിന് തന്നെ റേറ്റ് കുറവായിരിക്കും. 120 രൂപയൊക്കെ കാണത്തുള്ളൂ, 100 രൂപയൊക്കെ കാണത്തുള്ളൂ. നമ്മൾ ഈ ഒരു പ്രൈസിന് വിൽക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മളെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പി പ്രൊഡക്റ്റ് ആണ്. കോപ്പി പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 4G ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, നമ്മുടെ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്മാർട്ട് വാച്ചിൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ആ സ്മാർട്ട് വാച്ചിൽ ആൻഡ്രോയിഡ് ആപ്സ് യൂസ് ചെയ്യാൻ പറ്റിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു വാച്ചിൽ നമുക്കിപ്പം കയ്യിൽ വാച്ച് കിട്ടിയിട്ട് അതിൽ നമുക്ക് കോളും കാര്യങ്ങളും അതുപോലെ സ്വൈപ്പ് ചെയ്തിട്ട് വാട്സപ്പ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആൻഡ്രോയിഡ് കണക്ക് നമ്മുടെ വാച്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ വന്നായിരുന്നു. അതെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അത് കോപ്പി വെർഷനായിട്ടാണ് ഇറങ്ങുന്നത്. എന്ന് പറയുമ്പോൾ ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ചിൻ്റെ കോപ്പി വെർഷനായിട്ടാണ് ആ ഒരു വാച്ച് നമുക്ക് ഇറങ്ങിയിരുന്നത്. ആ ഒരു വാച്ചിൽ ആൻഡ്രോയിഡിൻ്റെ OS അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇട്ടിട്ടുള്ളൊരു വാച്ചായിരുന്നു അത്. അതിൽ നമുക്ക് സിം ഇട്ട് 4G ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു. ഇപ്പോൾ ആ ഒരു വാച്ച് വളരെയധികം സെല്ലേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒട്ടും സെല്ലേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4G സിമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് 4G ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, യൂട്യൂബ് കാണാനായിട്ട് പറ്റും, വാട്സപ്പ് അതുപോലെ ജിമെയിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ സാധാ ഫോണിൽ എന്തൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ആ ഒരു കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്യാനായിട്ട് പറ്റും. ഗെയിംസ് കളിക്കാനായിട്ട് പറ്റും, വീഡിയോസ് കാണാനായിട്ട് പറ്റും, സിനിമ കാണാനായിട്ട് പറ്റും, കോള് വിളിക്കാനായിട്ട് പറ്റും, സ്പീക്കേഴ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു വാച്ചിൽ തന്നെ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു വാച്ച് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആമസോണിലോ ഒന്നിലും അവൈലബിൾ അല്ല. ഇപ്പോഴും ആമസോണിൽ ഈ ഒരു വാച്ച് അവൈലബിൾ അല്ല, ആമസോണിൽ അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല, ഒന്നിലും അവൈലബിൾ അല്ല. അപ്പോൾ ഈ ഒരു വാച്ച് എന്ന് പറയുമ്പോൾ കോപ്പി പ്രൊഡക്റ്റാണ്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആമസോണിൽ ഇടണമെങ്കിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഇത് കോപ്പി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആമസോണിലോ ഒന്നിലും സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ആമസോണിലൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അന്ന് പ്രൊഡക്റ്റ് ആയിരുന്നു, നല്ല രീതിയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഈ ഒരു വാച്ച് വെച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അന്ന് ഫേമസ് ആവുന്ന ഒരു ടൈമായിരുന്നു. ഈ ഒരു വാച്ച് ഇട്ടിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്താണ് എവിടെ നിന്നാണ് ബൈ ചെയ്യേണ്ടത്, വേർ ടു ബൈ, വേർ ഇസ് ദ ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ സെല്ലിങ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പോലും ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് ഈ ഒരു വാച്ച് മേടിക്കാൻ പറ്റുക എന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
എന്ന് പറഞ്ഞാൽ അത് എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് അറിയത്തില്ല. എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ആമസോണിലില്ല, ഫ്ലിപ്കാർട്ടിലില്ല. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു ആഡ് വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ നമുക്ക് ഇത് ആൾക്കാർ ഇട്ടിരുന്നിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് കാണിക്കുന്ന വീഡിയോ കണ്ടാൽ ഇത്രയും നല്ല വാച്ചോ ഇതെങ്ങനെയാണ് മേടിക്കേണ്ടത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നിപ്പോവും. കാരണം ആദ്യമായിട്ട് നമ്മുടെ വാച്ചിൽ ആൻഡ്രോയിഡ് വരുന്ന മോഡലുള്ളൊരു വാച്ചായിരുന്നു. വേറെ ഒരു വാച്ചിലും നമുക്ക് സാധാരണ സ്മാർട്ട് വാച്ചിലും നമുക്ക് എന്താണ് സ്മാർട്ട് വാച്ചിന് സാധാരണ ഇങ്ങനെ ഓടണ എത്രയാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രയാണ്, ഇതൊക്കെ മാത്രമേ കാണിക്കത്തുള്ളായിരുന്നു. ഇതിലാണ് ആദ്യമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് OS വെച്ചിട്ട് വരുന്ന വാച്ച് ഇതായിരുന്നു. അപ്പോൾ ഇതെനിക്ക് കുറേ ട്രൈ ചെയ്തിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഇതിൻ്റെ സപ്ലയറിനെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഇതിൻ്റെ റിയൽ റേറ്റ് അറിയുന്നത്. ഇത് 2-3 സ്റ്റോർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അതിലെ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഡിഫറൻസ് വരുന്നുണ്ട്. എന്ന് പറയുമ്പം സപ്ലയർ നമുക്ക് തരുന്ന റേറ്റ് വളരെയധികം കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപയാണ്. ആൾക്കാർ ഇത് സെല്ല് ചെയ്യുന്നത് 5000 റുപ്പീസിന്, 5999 റുപ്പീസിന്, ഈ ഒരു റേറ്റിലൊക്കെയാണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു കോപ്പി പ്രൊഡക്റ്റിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. കാരണം നല്ല ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് നമ്മൾ കോപ്പി പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഈ നൈക്കിൻ്റെ അഡിഡാസിൻ്റെ ഷൂസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കോപ്പി വെർഷൻ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതും നമുക്ക് ലോ റേറ്റിനായിരിക്കും കിട്ടുന്നത്, വളരെയധികം തുച്ഛമായ വിലയ്ക്കായിരിക്കും കിട്ടുന്നത്. അത് നമുക്ക് ഇരട്ടിയുടെ നല്ല രീതിക്ക് നമുക്ക് പ്രോഫിറ്റ് കൂട്ടി നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് ആ റേറ്റിന് തന്നെയായിരുന്നു. എന്ന് പറയുമ്പം എനിക്ക് 2500 സംതിങ്ങിന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത് 3500 ആയിരുന്നു. പിന്നെ അത് കൂട്ടി 4999 ആക്കി ആ ഒരു റേറ്റിന് ഞാൻ സെല്ല് ചെയ്തുകൊണ്ടിരുന്നു. ഈ ഒരു പ്രൊഡക്റ്റിന് നല്ല രീതിയിൽ സെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ഡേയ്സിൽ 2 ലാക്ക് സെയിൽസ് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു ശനിയും ഞായറും ഈ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് 2 ലാക്സ് സംതിങ് അടുപ്പിച്ച് സെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഞാൻ എൻ്റെ ഒരു വേറൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു പണ്ടത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേണമെന്നുള്ളവരാണെങ്കിൽ താഴോട്ട് പോയി ചെക്ക് ചെയ്താൽ മതി. താഴോട്ട് മീൻസ് വീഡിയോസിൻ്റെ താഴോട്ട് പോയി ചെക്ക് ചെയ്താൽ മതി. ഒരു വിന്നിങ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ പ്രൊഡക്റ്റ് ഞാൻ പറയുന്നില്ല, ഇതായിരുന്നു ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് 2 ഡേയ്സ് സംതിങ്, ഒരു ശനി ഞായറും കൂടെ എല്ലാ സെയിൽസും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 ലാക്ക് സംതിങ് സെയിൽസ് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ അതിലെന്താണ് കുറേ റിട്ടേണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എനിക്ക് ഇപ്പോൾ 10 ഓർഡർ വന്ന് അതിൽ 7 എണ്ണം റിട്ടേൺ ആയാൽ പോലും എനിക്ക് പ്രോഫിറ്റാണ്. കാരണം ഞാൻ 1000 റുപ്പീസേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് എന്താണ് 2000 സംതിങ് എനിക്ക് പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു സപ്ലൈയെങ്കിൽ ഞാൻ തന്നെയാണ് ഫുൾ ഷിപ്പിംഗ് ചാർജും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടിയിരുന്നത്. പക്ഷേ എനിക്കത് വലിയ പ്രോബ്ലം അല്ലായിരുന്നു. ക്യാഷ് ഓൺ